ഞാനിവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം, ഇപ്പോ സാറിന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടൊരു കാര്യം, പൊതുവെ ഈ വീടുകളിലൊക്കെ കയറിയിട്ട് ആളുകൾ വന്നിട്ട് സക്കാത്തൊക്കെ മേടിക്കാൻ വരിക, അങ്ങനെ ഒരു പിരിവിന് വരിക എന്നുള്ളതിനെ ഇഷ്ടംപോലെ പൊതുവെ വിമർശിച്ചിട്ടുണ്ട്. സാറ് നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. പൊതുവെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മറ്റേ സുന്നികളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ അതിനെ വിമർശിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ 2-3 ആളുകളോട് വന്നു, അവർക്കൊക്കെ കൊടുക്കും ചെയ്തു. അപ്പൊ എന്താണ് പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നല്ല. നമ്മുടെ സമൂഹം ഇപ്പൊ ഇവിടെ ഈ വരുന്നത് ഈ നാട്ടുകാരല്ല. ഈ നാട്ടിൽ ജമാഅത്തിന്റെ ഇതാണ് മേൽക്കോയ്മയുണ്ട്. അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഓരോരുത്തർക്കും വേണ്ടത്. ഇപ്പോൾ ഒരു കൊല്ലത്തത് ഒരാൾക്ക് ഒരു തൊഴിൽ കണ്ടെത്തലാണെങ്കിൽ അവനൊരു ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ വീടുണ്ടെങ്കിൽ ഒരു വീട്, ഒക്കെ പണി നടന്നുകൊടുക്കുന്നുണ്ട്. വീടുണ്ടാക്കി കൊടുക്കുക, ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഇത് ഈ അയൽ പ്രദേശത്തിലെ സ്ത്രീകളാണ്. ആയിട്ടുള്ള എന്ത് പറഞ്ഞ കാര്യമില്ല, ഒരു വിവരമൊന്നുമില്ല. പരീക്ഷയ്ക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കല്ല. പിന്നെ വളരെ മോശം സംസാരം ആരെങ്കിലും കണ്ട് വിളിച്ച് എന്താങ്ങൾക്ക് എന്നൊക്കെ പറയാൻ മോശമല്ലേ. നോമ്പിന് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളുണ്ട് ചില സംഘടനകളിൽ. ആളുകൾ അവരുടെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ ആളുകൾ അടുക്കൂല. പുതിയ പ്രവണത വെച്ചപ്പോ മുസ്ലിങ്ങളാണ് കൂടുതൽ വരുന്നത്. നോമ്പിനെ ഞാൻ ശ്രദ്ധിച്ച്. കാരണം അവരുടെ രാമജാതിയുടെ സംവിധാനം ഇല്ല. രാവിലെ ഈശ്വരർക്ക് പറയലുണ്ട്, മുസ്ലിങ്ങൾക്ക് പിന്നെ വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ശനിയാഴ്ചയും ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു ദിവസം വേണം. എന്നാൽ വെള്ളിയാഴ്ച നമ്മളെല്ലാ കാര്യം ചർച്ച ചെയ്തെല്ലാം വേണ്ടപ്പെട്ടൊക്കെ അന്വേഷിച്ച് കൊടുക്കും. മറ്റവർക്കൊരു കൂട്ടായ്മ ഇല്ലല്ലോ, പാവങ്ങളാ. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോ ഈ സംഘപരിവാർ സംഘടനകളൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ചില ആളുകളൊക്കെയാണ് ഇപ്പൊ ഈ ചർച്ചകൾ ഇങ്ങനെ സജീവമായി കൊണ്ടുനടക്കുന്നത്. മമ്മൂട്ടി തീർന്നു, മമ്മൂട്ടിനെ ശബരിമലയിൽ പ്രാർത്ഥിച്ചതോടുകൂടി മോഹൻലാൽ വിട്ടു എന്നൊക്കെയുള്ള പല ഹെഡ്ലൈനുകളും ഉണ്ട്. അങ്ങനത്തെ വാർത്തകൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ആ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം ആദ്യം ശ്രദ്ധിച്ചത്. മുസ്ലിം മതവിഭാഗത്തിൽ നിന്നാണോ അതോ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നാണോ, ഏത് വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ? പറയാനുണ്ടോ? മുസ്ലിങ്ങളുടെ RSSന്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പിന് പോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് തെറി പറയും, കാര്യമായിട്ടുള്ള ഓരോ ജോലിയുള്ളവർക്ക് പറഞ്ഞവരോട് പോകും. അത്രേ ഉള്ളവര്. ഇത്രേ ഉള്ളൂ. എന്നല്ല ഓല എന്നോട് ചിലപ്പോൾ സ്വകാര്യത ചോദിക്കലുണ്ട്, എന്തോ സംരക്ഷണം വേണോ അതൊക്കെ. അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നത് കാരണം അങ്ങനെ എപ്പോഴെങ്കിലും അവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല? ഇല്ല, ഒരിക്കലും വേണ്ടിയൊന്നുമില്ല. ആ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. ഇല്ല. PS ആയിട്ടൊക്കെ അടുത്ത സ്നേഹബന്ധം, PS വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പക്ഷെ അത്തരത്തിൽ ആവശ്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഒരിക്കലും JDT അനാഥശാലനെ പറ്റി അസനാജിനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ ഒഴിവാക്കിയതിനെ തുടർന്ന് അസനാജിന്റെ ചില ആൾക്കാർ ശിഷ്യന്മാരൊക്കെ ആയിട്ട് വടിവാളുമായിട്ട് വന്നു, കുറെ ഇവിടെ കൊല്ലാൻ വേണ്ടി വീട്ടിൽ വന്നു. പക്ഷെ സംസാരത്തിനിടയിൽ പിന്നെ അങ്ങനെ അലിഞ്ഞില്ലാതെ. അതാണ് ഒരു കൊലപാതക സംഭവം മാത്രമേ ഉണ്ടായുള്ളൂ. സാർ പലപ്പോഴും വളരെ രൂക്ഷമായ വിഷയത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇങ്ങനെ നർമ്മം കലർത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു തമാശ പറയുന്ന രൂപത്തിലാണ് പല വിമർശനങ്ങളും ഉണ്ടാകാറുള്ളത്. പക്ഷെ ചിലരൊന്നും ആ തമാശ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോഴേ എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ? കാണുമ്പൊക്കെ എല്ലാം ലോകിയാണ്, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഒരു പ്രശ്നവും ഇല്ല. വളരെ സന്തോഷത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ജനൻ TVയിലൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ഇറങ്ങിപ്പോയി എന്നൊക്കെ നമ്പ്യാരും വാര്യരും ഒക്കെ പോലെ ഇങ്ങനെ ഇന്നും വിളിച്ചാണ്. ഇപ്പൊ ഫോണിൽ കാണിച്ചുതരാം. പിന്നെ നമ്മളെ 2-3 മണിക്കൂറെ പോകാല, ഒരു 10 ദിവസം വെള്ളം കൂടി തരൂലല്ലോ ഇവര്. കുടിക്കുന്ന വെള്ളം നമ്മൾ കൊണ്ടുപോകണം, അല്ലാതെ കിട്ടൂല. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലുകൾ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ടിരുന്നു പ്രതികരണം? ഞാൻ ആർക്കും അനുവദിച്ചില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം. അതെ. കായംകുള, കുന്നംകുളം. പണ്ടുള്ള വേറെ വിളിച്ചിട്ടുണ്ട്. ആദ്യം വിളിച്ചത് News 18 വരുന്നില്ല. എന്നാൽ കുട്ടികൾ പോകുന്നതായതുകൊണ്ട് ചെറിയ മക്കളൊക്കെ പോവാ, ഞാനും വൈഫ് ഒറ്റയ്ക്ക് ഈ പേരെ നിൽക്കണം. എന്തായാലും ഒരുപാട് നിങ്ങളതിന്റെ പേര്? കേരള പ്രാദേശികം. യഥാർത്ഥത്തിൽ കേരള പ്രാദേശികം അല്ലല്ലേ? എന്തായാലും സാർ ഒരുപാട് നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പ്രതികരിച്ചത് ഞങ്ങളോടാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകം നന്ദി.